ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സർഫേസ് ഗ്രൈൻഡേഴ്സ് ആണ് പഠിച്ചത് അല്ലേ? പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിൻ്റെ വൺ ഓഫ് ദ ടൈപ്പ് ഈസ് സർഫേസ് ഗ്രൈൻഡർ അല്ലെ? സർഫേസ് ഗ്രൈൻഡർ നമ്മൾ 4 ടൈപ്പ് പഠിച്ചു അല്ലേ? 4 ടൈപ്പ് മീൻസ് ബ്രോഡ്ലി ഇൻറ്റു 2 അല്ലേ? വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ അല്ലേ? വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ. അതിൽ വേർട്ടിക്കൽ സ്പിൻഡിൽ തന്നെ റൊട്ടേറ്റിംഗ് ടേബിൾ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ, അങ്ങനെ 4 ടൈപ്പ് സർഫേസ് ഗ്രൈൻഡേഴ്സ് ആണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്, റൈറ്റ്? ദെൻ യു ഹാവ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രൈൻഡർ അല്ലെ? പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് ആണ്. ഈ ഗ്രൈൻഡേഴ്സ് ബാക്കിയുള്ളത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് പെർട്ടിക്കുലർ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ എന്ന് ഉദ്ദേശിക്കുന്ന ഗ്രൈൻഡേഴ്സ് നമ്മൾ ഷാർപ്പനിങ് പ്രോസസ്സിന്, ഓക്കെ, ഷാർപ്പനിങ്, നമ്മുടെ റീകണ്ടീഷനിങ് ആൻഡ് ഷാർപ്പനിങ് എന്നാണ് പറയാം. ഓക്കെ, റീകണ്ടീഷനിങ് ആൻഡ് ഷാർപ്പനിങ് ഓഫ് ടൂൾസ്, ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക കണ്ടീഷൻസിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് ഈസ് ഡിസൈൻഡ് ടു യൂസ് or to sharpen or and reconditioning variety of tools. ഓക്കെ, റീമേഴ്സ്, നിങ്ങൾ എഴുതിയ പോലെ റീമേഴ്സ്, മില്ലിംഗ് കട്ടേഴ്സ്, ഡ്രിൽസ്, ടാപ്സ്, അങ്ങനെ പല കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നമുക്ക് വീണ്ടും ഷാർപ്പൻ ചെയ്ത് റീകണ്ടീഷൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് with various attachments, okay, that can do some light surfaces, light ആയിട്ടുള്ള cylindrical and internal grinding surfaces കാര്യങ്ങളൊക്കെ വിത്ത് അതർ അറ്റാച്ച്മെന്റ്സ്. ഞാൻ പറയില്ലേ, പല ടൈപ്പിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, വാട്ട് ആർ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഒരു മെഷീനിൽ നിന്ന് ഒരു മെഷീനിൽ വേറെ ഒരു പെർട്ടിക്കുലർ ഐറ്റം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ വിത്ത് ഈസ് അല്ലേ, അതിനെയാണ് നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, സെപ്പറേറ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വേരിയസ് അറ്റാച്ച്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സിൽ ഞാൻ ഈ പറയുന്ന പോലെ ഷാർപ്പനിങ് ആൻഡ് റീകണ്ടീഷനിങ് മാത്രമല്ലാതെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള സർഫേസസ് ഒക്കെ സിലിണ്ടറിക്കൽ ആൻഡ് ഇന്റേണൽ ഗ്രൈൻഡിങ്ങിൽ ഒക്കെ ഫിനിഷ് ചെയ്യാൻ ഒക്കെ നമുക്ക് പറ്റും. സോ ബട്ട് ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ടു ഷാർപ്പൻ ആൻഡ് റീകണ്ടീഷനിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയസ് ഡിഫറെന്റ് cutters, okay, അല്ലെങ്കിൽ tools, right? So there are two types actually. It can be classified into two, universal and single purpose. Okay, universal tool and cutter grinder ഉണ്ട്, single purpose cutter grinders ഉണ്ട്. Okay, so universal grinder എന്ന് പറഞ്ഞാൽ particularly intended for sharpening. Okay, particularly universal grinders, universal tool and cutter grinder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ particularly they are used for miscellaneous cutters, for sharpening the miscellaneous cutters like reamers, milling cutters, broachers, okay, special cutters, etc. ഇനി സിംഗിൾ പർപ്പസ് കട്ടിംഗ് ടൂൾസ് ആണെങ്കിൽ നമ്മൾ യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ടൂൾസ് സച്ച് ആസ് ഡ്രിൽസ്, ടൂൾ ബിറ്റ്സ്, എക്സെട്ര. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ അപ്പം ഐഡന്റിക്കൽ ഷേപ്പ്, സൈസ്, പിന്നെ ടൂൾ ആക്യുറസി അല്ലേ, ടൂളിനൊരു പർട്ടിക്കുലർ ആക്യുറസി വേണ്ടി വരുമല്ലോ, അതായത് കൃത്യമായിട്ടുള്ള ആംഗിൾ, അത് കാര്യങ്ങളൊക്കെ, അതിനൊക്കെയാണ് നമ്മൾ ഈ 2 കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ്. ദിസ് ഇസ് സിമ്പിൾ, റൈറ്റ്? ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ്. ഒരു ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെ ഒരു ടേബിൾ ഉണ്ടാവും, ടേബിളിൻ്റെ മേലെ ചെറിയൊരു കോളം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ മേലെ നമ്മളൊരു വീൽ ഹെഡ് ഉണ്ടാവും, 2 വീൽ ഉണ്ടാവും. ഓക്കെ, സാധാരണ ജസ്റ്റ് നമ്മളൊരു ടേബിളിൻ്റെ മേലെ വെക്കുന്ന ഒരു റഫ് ഗ്രൈൻഡിങ് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ ഉണ്ടാവുക, റൈറ്റ്? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ ഗ്രൈൻഡിങ് ആണ് അല്ലെ, സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞ ഗ്രൈൻഡിങ് ആണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ്, ക്യാം ഗ്രൈൻഡേഴ്സ്, റോളിംഗ് ഗ്രൈൻഡേഴ്സ്, ഓക്കെ, ദെൻ ത്രെഡ് ഗ്രൈൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് എന്താണ് സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഉപയോഗിക്കുന്നത് അല്ലേ, സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ് എന്ന് വിചാരിച്ചോ, ക്രാങ്ക് ഷാഫ്റ്റ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഗ്രൈൻഡേഴ്സ് എവിടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഇല്ലേ, ഓട്ടോമൊബൈലിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഇല്ലേ, അറിയില്ലേ? ഓട്ടോമൊബൈൽ എൻജിൻസ്, എയർക്രാഫ്റ്റ് എൻജിൻസിൻ്റെ ഒക്കെ ക്രാങ്ക് ഷാഫ്റ്റ് ഇല്ലേ, അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദേ ആർ പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ദീസ് ക്രാങ്ക് ഷാഫ്റ്റ്സ് ഓഫ് ഓട്ടോമൊബൈൽ എൻജിൻസ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് അത് ഒരു പർട്ടിക്കുലർലി നമുക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ സിലബസിൽ ടൈപ്സ് ഓഫ് ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് പഠിച്ച പോലെ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്, ഇന്റേണൽ ഗ്രൈൻഡിങ് ആൻഡ് സർഫേസ് ഗ്രൈൻഡിങ്. അതിൽ പെർട്ടിക്കുലർലി നമ്മൾ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, സെൻട്രലെസ് ഗ്രൈൻഡിങ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? സെൻട്രലെസ് ഗ്രൈൻഡിങ്, ഹലോ, ഓക്കെ. അപ്പം ഇത്രയും ഗ്രൈൻഡേഴ്സാണ് ഉള്ളത്. അതിൽ കൂടെ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സും ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രൈൻഡേഴ്സ് മെഷീൻസും ഉണ്ട്. ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെ, പെർട്ടിക്കുലർലി ഒരു ടൂളിനെ നമ്മൾ റീഷാർപ്പൻ ചെയ്യുന്നു, റീകണ്ടീഷൻ ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ദർ ആർ 2 ടൈപ്സ്, യൂണിവേഴ്സൽ ആൻഡ് സിംഗിൾ പർപ്പസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, ദെൻ ഒരു സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രൈൻഡേഴ്സ്, സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് വിച്ച് ആർ യൂസിങ് ഫോർ എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ. ആ ഒരു രീതിയിൽ ആണ് നമ്മൾ സ്പെഷ്യൽ ഗ്രൈൻഡിങ് മെഷീൻസിനെ കാണുന്നത്. ഓക്കെ, ഒരു ലോങ് ഷാഫ്റ്റ്, റോൾസ്, സ്പിൻഡിൽസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സിനെ കാണുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രാങ്ക് ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ്, ക്രാങ്ക് പിൻ ഗ്രൈൻഡേഴ്സ്, ത്രെഡ് ഗ്രൈൻഡേഴ്സ്, ആ ഒരു രീതി. ഓക്കെ, നൗ ഇത്രയും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സ്പെസിഫിക്കേഷൻ ഓഫ് എ ഗ്രൈൻഡിങ് മെഷീൻ. നമ്മൾ സ്ലോട്ടിങ്, ഷേപ്പിംഗ്, ദെൻ പ്ലാനിങ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ അല്ലേ, ഡ്രില്ലിങ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഇതൊക്കെ പഠിച്ചു. ലെയ്ത്ത്, എല്ലാത്തിനെയും നമുക്ക് സ്പെസിഫിക്കേഷൻ അറിയാം അല്ലേ? അതുപോലെ ഒരു ഗ്രൈൻഡിങ് മെഷീൻ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ? ഗ്രൈൻഡിങ് മെഷീനെ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും? സോ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ലാർജസ്റ്റ് സൈസ് ഓഫ് ദ വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ എ മെഷീൻ. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് മെഷീനിനെ ഫസ്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുക. അതായത് ഒരു ഗ്രൈൻഡിങ് മെഷീനിൽ ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഓഫ് ദ വർക്ക് പീസ് that can be held in a machine. Okay, for cylindrical grinder, diameter and length of the workpiece, അതാണ് നമ്മുടെ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറിന് ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് അല്ല. സിലിണ്ട്രിക്കൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ, 2 സെന്റേഴ്സ് ഒക്കെ വെച്ച്, അപ്പോൾ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അതായത് ഒരു ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് മാക്സിമം എത്ര ഒരു സെന്ററിൽ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറിൽ. ഫോർ ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്, മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ എ ചക്ക്. ഓക്കെ, ഒരു ചക്ക് ഉണ്ടാവും, ചക്കിലാണ് നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ ഹോൾഡ് ചെയ്യുന്നതിൽ നമുക്ക് മാക്സിമം ഡയമീറ്റർ എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സിന് വരുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലെ. സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറും ഇന്റേണൽ ഗ്രൈൻഡറും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാലോ. യെസ്, അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ലാർജസ്റ്റ് സൈസ് ഓഫ് വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ എ മെഷീൻ. സിലിണ്ട്രിക്കൽ ഗ്രൈൻഡറിലാണെങ്കിൽ 2 സെന്റേഴ്സിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുക വർക്ക് പീസ്. സോ വർക്ക് പീസിന്റെ ലെങ്ത്തും ഡയമീറ്ററും ആണ് നമ്മുടെ വിഷയം. ദെൻ ഫോർ ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നു. ദെൻ ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ. പക്ഷേ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ചക്കിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എത്ര ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ്, എത്ര വലിയ ഡയമീറ്റർ ആണ് നമുക്ക്, ഏറ്റവും മാക്സിമം ഡയമീറ്റർ എത്രയാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് മാക്സിമം ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് ഫീഡ് മൂവ്മെന്റ്സ്. ഓക്കെ, ക്രോസ് ഫീഡ് മൂവ്മെന്റ്സ്, എത്ര ലോങ്ങിറ്റ്യൂഡിനലും ക്രോസ് ഫീഡ്സും ആയിട്ടുള്ള എത്ര മൂവ്മെന്റ്സ് പോസിബിൾ ആണ്, അതായത് മാക്സിമം ലെങ്ത്. ഓക്കെ, എത്ര പോകാൻ പറ്റും ക്രോസ് ഫീഡ് മൂവ്മെന്റ്സ്, അങ്ങനെയാണ് നമ്മൾ ഗ്രൈൻഡിങ് മെഷീനെ രണ്ടാമത് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ ഈ ഒരു 2 കാര്യങ്ങളിലാണ് ഗ്രൈൻഡിങ് മെഷീനെ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇത്രയും കാലം. ഇപ്പോൾ ഇനി അടുത്ത ഒരു
പോർഷൻ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ബിഫോർ ദാറ്റ് വി വിൽ ലുക്ക് ഇൻ ടു വാട്ട് ഓൾ വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, നമ്മൾ ഗ്രൈൻഡിങ് മെഷീനിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൈൻഡിങ്ങിലാണ് അല്ലേ. എന്താണ് ഗ്രൈൻഡിങ്? ഗ്രൈൻഡിങ് ഒരു മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ്. ഒരു എബ്രസീവ് ആക്ഷൻ സംഭവിക്കുന്നുണ്ട് ബിറ്റ്വീൻ എബ്രസീവ് റൊട്ടേറ്റിംഗ് വീൽ ആൻഡ് ദ വർക്ക് പീസ്. അതെല്ലാവർക്കും അറിയാം. സോ ഗ്രൈൻഡിങ്, തിയറി ഓഫ് ഗ്രൈൻഡിങ്, എങ്ങനെ ഗ്രൈൻഡിങ് വർക്ക് ചെയ്യുന്നു അല്ലേ. സോ ഫോർ വാട്ട് വി ആർ ഡൂയിങ് എ ഗ്രൈൻഡിങ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൈൻഡിങ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ദെൻ അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് സർഫേസ് ഫിനിഷ് ദർ ആർ 2 types of grinding, അല്ലേ. റഫ് ഗ്രൈൻഡേഴ്സ് ആൻഡ് precision grinders. Rough grinders are of different types and precision grinders are of different type. Rough grinder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി റെഫറൻസ് ആക്യുറസിയിൽ ചെയ്യുന്നു. ആക്യുറസിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചെയ്യുന്നതിനാണ് റഫ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ദെൻ റഫ് ഗ്രൈൻഡേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. ഫ്ലോർ സ്റ്റാൻഡ് ഗ്രൈൻഡേഴ്സ്, ബെഞ്ച് ഗ്രൈൻഡേഴ്സ്, പോർട്ടബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ഗ്രൈൻഡേഴ്സ്, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡേഴ്സ്, എബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡേഴ്സ്. അതിൻ്റെയൊക്കെ ഓരോരോ പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിച്ചു. ദെൻ കംസ് ടു പ്രിസിഷൻ ഗ്രൈൻഡിങ്. പ്രിസിഷൻ ഗ്രൈൻഡിങ്സ് 5 ടൈപ്പ് ഉണ്ട്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സർഫേസ് ഗ്രൈൻഡിങ്, ഇന്റേണൽ ഗ്രൈൻഡിങ്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് ആൻഡ് സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ്. അതിൽ സിലിണ്ടറിക്കൽ, ഇന്റേണൽ ആൻഡ് സർഫേസ് ഗ്രൈൻഡേഴ്സ്. നിങ്ങൾ ആലോചിക്കുക, സെൻട്രലെസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ് അല്ല, സെൻട്രലെസ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്. അത് സിലിണ്ടറിക്കലിലും ഇന്റേണലിലും ഉണ്ട്. അങ്ങനെയാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിൽ സെൻട്രലെസ് ഗ്രൈൻഡിങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ആസ് വെൽ ആസ് ഇൻ ഇന്റേണൽ ഗ്രൈൻഡിങ്. ഓക്കെ, സോ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിന്റെ ടൈപ്സ് സെൻട്രൽ ടൈപ്പും സെൻട്രലെസ്സും. ഓക്കെ, സെൻട്രൽ ടൈപ്പ് ആൻഡ് സെൻട്രലെസ്. ഓക്കെ, അപ്പൊ സെൻട്രലെസ് പ്ലെയിൻ സെൻട്രൽ ടൈപ്പും ഉണ്ട്, സെൻട്രൽ ടൈപ്പ് യൂണിവേഴ്സലും ഉണ്ട്. ഓക്കെ, ദെൻ സെൻട്രലെസ് കമ്മിങ് അപ്പ്. ദെൻ കംസ് ടു എങ്ങനെ സെൻട്രലെസ് ഗ്രൈൻഡിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി. ദെൻ ഇന്റേണൽ ഗ്രൈൻഡിങ് 3 തരത്തിൽ അല്ലെ, ചക്കിംഗ്, പ്ലാനറ്ററി ആൻഡ് സെൻട്രലെസ്, റൈറ്റ്. സർഫേസ് ഗ്രൈൻഡിങ് ഞാൻ ഈ പറഞ്ഞതുപോലെ 4 തരത്തിൽ അല്ലെ, റെസിപ്രോക്കേറ്റിംഗ് ടേബിളും റൊട്ടറി ടേബിളും, ഹൊറിസോണ്ടൽ സ്പിൻഡിലും വെർട്ടിക്കൽ സ്പിൻഡിലും. ദെൻ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡേഴ്സ് 2 types, യൂണിവേഴ്സൽ ആൻഡ് സിംഗിൾ പർപ്പസ്, റൈറ്റ്. ഇത്രയല്ലേ നമ്മൾ പഠിച്ചത്. ഇത്രയും പോർഷൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? You have anything to ask? ഇല്ല, ഇത് നോർമലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. സിമ്പിളാണ്. ഒരു മെഷീനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കാണ് നമുക്ക് കുറച്ച് എന്താ പറയാ, വളരെ നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഓർമ്മിച്ച് ഇന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഓർമ്മിച്ച് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ദാറ്റ് ഈസ് വീൽ മെറ്റീരിയൽ. ഓക്കെ, ഒരു വീലിന്റെ മെറ്റീരിയൽ, വീൽ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് എബ്രസീവ്സ് ആൻഡ് ബോണ്ട്സ്. ഞാൻ പറഞ്ഞു ഒരു വീൽ എന്ന് പറയുന്നത് വി ആർ മേക്കിംഗ് വിത്ത് എബ്രസീവ്സ് അല്ലെ. എബ്രസീവ്സ്, നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീൽസ് ആണ് താഴെ കാണുന്നത്. ഓക്കെ, കളേഴ്സിലുണ്ട്. ഓക്കെ, എബ്രസീവ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സാധനം അല്ലെ. വാട്ട് ആസ് എബ്രസീവ്സ്? എബ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് എ ഹാർഡ് മെറ്റീരിയൽ. ഓക്കെ, that's a hard material which is used to cut or abrade എന്നാ പറയാ. ഓക്കെ, wear away എന്നാണ് പറയുക. ഓക്കെ, കട്ട് ചെയ്ത് അല്ലെങ്കിൽ തിരിഞ്ഞു ജസ്റ്റ് വെയർ ചെയ്ത് കളയുക സബ്സ്റ്റൻസിനെ, അതിനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എബ്രസീവ് എന്ന് പറഞ്ഞ വേർഡ്. സോ എബ്രസീവ് ഇസ് എ ഹാർഡ് മെറ്റീരിയൽ. സോ മെറ്റീരിയൽ ഓഫ് ഗ്രൈൻഡിങ് വീൽ വിച്ച് ഡസ് കട്ടിംഗ് ആക്ഷൻ ഈസ് കോൾഡ് എബ്രസീവ്. ഓക്കെ, സോ എബ്രസീവ് is a hard material that can cut or abrade other substances. Okay, or material of grinding wheel which does cutting action is abrasive. ഇനി എബ്രസീവ്സിനെ എന്താണോ ബൈൻഡ് അല്ലെ, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ഹെൽഡിങ് ടുഗെദർ, അതാണ് നമ്മൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സോ മെറ്റീരിയൽ ഓഫ് ഗ്രൈൻഡിങ് വീൽ വിച്ച് ആക്ട്സ് ആസ് ബൈൻഡർ ടു ഹോൾഡ് എബ്രസീവ് ഗ്രെയിൻസ് ടുഗെദർ, റൈറ്റ്. എബ്രസീവ് ഗ്രെയിൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് എന്ന് വിളിക്കുന്നത്, റൈറ്റ്. ബോണ്ട്, എബ്രസീവ്സ് ആൻഡ് ബോണ്ട്സ്. ഓക്കെ, ഈ എബ്രസീവ്സ് ആൻഡ് ബോണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എബ്രസീവ്സ് ആൻഡ് ബോണ്ട്സ്. എന്താണ് ബോണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. എ ബോണ്ട് ഇസ് എ മെറ്റീരിയൽ ഇൻ വിച്ച് ഹോൾഡ്സ് ദ എബ്രസീവ് ഗ്രെയിൻസ്. ഓക്കെ, ടുഗെദർ നമുക്ക് എബ്രസീവ് ഗ്രെയിൻസ്, ഈ കട്ടിങ് ആക്ഷൻ സംഭവിക്കുന്ന അല്ലെ, കട്ടിങ് ആക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഹാർഡ് മെറ്റീരിയലിനെ
ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിനെയാണ് നമ്മൾ ബോണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്രസീവ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി thoroughly. Okay, different types of abrasives and different types of and bonds. And so first we will look into abrasives. Okay, abrasives lottana nammal pona. So as I already told you, abrasives are extremely hard and tough material which are used to cut or wear away the other materials. So it is extremely hard and tough. Okay, ഗ്രൈൻഡിങ് വീൽസ് അല്ലേ, ഗ്രൈൻഡിങ് വീൽസിൻ്റെ മേലെ നമ്മൾ ഗ്രൈൻഡിങ് വീൽസ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രസീവ് പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ യൂസിങ് ബോണ്ടിങ് അല്ലേ, ബോണ്ടഡ് പാർട്ടിക്കിൾസിൽ ബോണ്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് ഈ അബ്രസീവ്സിനെ അല്ലേ. അതെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ദർ ആർ 2 types of basic types of abrasives. One is natural abrasives and other one is artificial abrasives. Okay, natural abrasives and artificial abrasives. Natural abrasives എന്ന് പറഞ്ഞാൽ എന്താണ്? Natural abrasives are produced by uncontrolled forces of nature അല്ലെ. നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്, നമ്മളൊന്നും അതായത് മാൻമെയ്ഡ് ഒന്നുമല്ല, നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെ, നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അൺകൺട്രോളബിൾ ഫോഴ്സസ് അല്ലെ, വേറെ ഒരു തരത്തിലുള്ള ഫോഴ്സസ് ഉപയോഗിക്കാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എബ്രസീവ്സിനെയാണ് നാച്ചുറൽ എബ്രസീവ്സ് എന്ന് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം മൈൻസ്. ഓക്കെ, ദോസ് ആർ ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം മൈൻസ്. ഓക്കെ, നാച്ചുറൽ എബ്രസീവ്സ്. സോ നാച്ചുറൽ എബ്രസീവ്സ് വേരിയസ് ടൈപ്സ് ഉണ്ട്. സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് നാച്ചുറൽ എബ്രസീവ്സ്. ദേ ആർ സാൻഡ്സ്റ്റോൺ, ഓക്കെ, സാൻഡ്സ്റ്റോൺ, എംറി, corundum, diamonds and garnet. Okay, sandstone, emery, corundum, diamonds, garnet. ഇത്രയും ടൈപ്സ് ഓഫ് നാച്ചുറൽ എബ്രസീവ്സ് ഉണ്ട്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ എബ്രസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ എബ്രസീവ്സ് വിച്ച് ആർ മാനുഫാക്ചേർഡ് അല്ലെ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. നമ്മൾ കൺട്രോൾഡ് കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ച്, അതായത് കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇത്ര ടെമ്പറേച്ചർ, ഇത്ര ഇതിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് അല്ലേ, റൈറ്റ്? അതിനാണ് നമ്മുടെ കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. കുറേ കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതാണ്. സോ ബൈ യൂസിങ് ദിസ് കൺട്രോൾഡ് കണ്ടീഷൻസ് ഇൻ ക്ലോസ്ഡ് ഇലക്ട്രിക്കൽ ഫർണസസ് വി ആർ മാനുഫാക്ചറിങ് എ പെർട്ടിക്കുലർ എബ്രസീവ്. അതിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് അല്ലെ, ആ ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ ഈ കോമ്പോസിഷൻസ് അല്ലെ, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിൽ കോമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നാച്ചുറലിനേക്കാളും ബെറ്റർ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്, മാനുഫാക്ചറിങ് ചെയ്യുകയാണ് അല്ലേ. സോ എഫിഷ്യൻസി ഈസ് ഫാർ ബെറ്റർ ദാൻ നാച്ചുറൽ. ഓക്കെ, സോ ബൈ യൂസിങ് സം കോമ്പോസിഷൻസ് അല്ലേ, we are manufacturing some abrasives which are much efficient than natural abrasives. Alright, so these abrasives are better. These abrasives have a better cutting properties. Okay, നാച്ചുറലും ആർട്ടിഫിഷ്യലും അത് പേരിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ് അല്ലേ. ആർട്ടിഫിഷ്യൽസും ഇതും നാച്ചുറൽസും ആർട്ടിഫിഷ്യലും, റൈറ്റ്? നാച്ചുറൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അതെ, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് എന്താണ് എബ്രസീവ്സ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എംറി ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. എംറി ഷീറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? എംറി ഷീറ്റ്സ്. എംറി എന്ന് പറയുന്ന സാധനം നമ്മൾ നാച്ചുറലാണ്, നാച്ചുറലിൽ നിന്ന് കിട്ടുന്നതാണ്, അതായത് ഡയറക്ട്ലി ഫ്രം മൈൻസ് നിന്ന് കിട്ടുന്നതാണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ആക്ച്വലി എംറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് എംറി ഒരു മിക്സ്ചറാണ്, പക്ഷെ അത് ഡയറക്ട്ലി, അതായത് നേച്ചുറൽ തന്നെ എംറി എന്ന് പറയുന്ന സാധനം നമുക്ക് നാച്ചുറലിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റേത് ഈ ഒരു ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഉണ്ടാക്കുന്നതാണ്.
സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർലി സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് മിക്സ്ചറാണ്. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരു സിലിക്ക സാൻഡിന്റെ മിക്സ്ചർ, പിന്നെ പെട്രോളിയത്തിന്റെ സംഭവങ്ങൾ, പിന്നെ കുറച്ച് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സോൾട്ട്, ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക്കൽ ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിലിക്കൺ കാർബൈഡ് എന്ന് പറഞ്ഞാൽ. അതേപോലെ അലൂമിനിയം കാർബൈഡും കുറേ മെറ്റീരിയൽസ് ഫ്യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഒരു എമൗണ്ട് ഓഫ് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത്, ഇപ്പോൾ പെട്രോളിയം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ദേ ആർ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഡയറക്റ്റ്ലി ഫ്രം മൈൻഡ്സിൽ നിന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ടൈപ്സിന് ആണ് കുറച്ച് എഴുതാൻ പറ്റണം, നിങ്ങൾക്ക് അറിയണം. നമുക്ക് വീൽ മെറ്റീരിയൽസിൻ്റെ ടൈപ്സ് എന്താണെന്ന് ഡയറക്റ്റ്ലി ഒരു 7 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. വെറുതെ ഈ ടൈപ്സ് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഓരോന്നിനും എന്തൊക്കെയാണെന്ന് എഴുതാൻ പറ്റണം. സോ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പേ നാച്ചുറൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു നോക്കാം. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഈസ് ഫാർ ബെറ്റർ ദാൻ നാച്ചുറൽ ബിക്കോസ് നമ്മൾ കൺട്രോൾഡ് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ ഇന്നേ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യണം അല്ലേ. ആ ഒരു രീതിയിൽ കൺട്രോൾഡ് കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. പർട്ടിക്കുലർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ പർട്ടിക്കുലർ കോമ്പോസിഷൻസ് ഒക്കെ കൊടുത്ത് പർട്ടിക്കുലർ ക്വാളിറ്റി ഒക്കെ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയസ് അബ്രസീവ്സ് ഉണ്ട്. സിലിക്കൺ കാർബൈഡ് ഉണ്ട്, അലൂമിനിയം ഓക്സൈഡ് ഉണ്ട്, ബോറോൺ കാർബൈഡ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ഉണ്ട്, ക്യൂബിക് ബോറോൺ നൈട്രൈഡ് അല്ലെ, CBN. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ഓർമ്മയില്ലേ എല്ലാവർക്കും? ഞാനൊരു പ്രാവശ്യം നല്ല കാര്യമായിട്ട് പറഞ്ഞതൊരു കാര്യമാണ് അല്ലെ, ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. യെസ്, എന്താണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്? ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് അല്ലേ, റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്, ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ഒക്കെ. ബട്ട് സാധാരണ ആർട്ടിഫിഷ്യൽ ഡയമണ്ടും സാധാരണ ഡയമണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ദർ ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയമണ്ട് ആൻഡ് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്. ഓക്കെ, സോ എന്താണ് ഈ നാച്ചുറലിലും ആർട്ടിഫിഷ്യലും തമ്മിലുള്ള ഓരോ കമ്പോണൻസിൻ്റെയും വ്യത്യാസം എന്നുള്ളതാണ്. സോ എന്താണ് നാച്ചുറൽ അല്ലെ? നാച്ചുറൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സാൻഡ് സ്റ്റോൺ ഉണ്ട്, എംറി ഉണ്ട്, കോറണ്ടം, ഡയമണ്ട്സ് ആൻഡ് ഗാർണറ്റ്. ഇപ്പം സാൻഡ് സ്റ്റോൺ എന്ന് പറയുകയാണ്. വാട്ട് യു മീൻ ബൈ സാൻഡ് സ്റ്റോൺസ്? ഓക്കെ, സാൻഡ് സ്റ്റോൺ വീൽസ് അല്ലെ, ഈ സാധനങ്ങൾ എന്താ? നാച്ചുറലി നമ്മൾ അബ്രസീവ് സ്റ്റോൺസ് എന്ന് പല സ്റ്റോൺസ് അല്ലെങ്കിൽ സോളിഡ് ക്വാഡ്സ് അല്ലെ, SiO2 സോളിഡ് ക്വാഡ്സ്, സോളിഡ് ക്വാഡ്സ് എന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ സാൻഡ് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഒരു ഫോർ വിച്ച് ഗ്രൈൻഡ് സ്റ്റോൺസ് അല്ലെ, ഗ്രൈൻഡ് സ്റ്റോൺസ് എന്ന് പറയും. ഈ പർട്ടിക്കുലർ സ്റ്റോൺസ്, ആ ഒരു സ്റ്റോൺസിനെയാണ് നമ്മൾ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് അബ്രസീവ്സ്. ഓക്കെ, ഈ സ്റ്റോൺസ് എബ്രസീവ് സ്റ്റോൺസ് എന്ന് നമ്മൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എബ്രസീവ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാൻഡ് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. ഇനി എംറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സംതിങ്, റൈറ്റ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് അലൂമിന. Al2O3 എന്ന് കേട്ടിട്ടുണ്ടല്ലോ, Al2O3 അലൂമിന അറിയാലോ അല്ലേ? ഓക്കെ, Al2O3യും പിന്നെ അയൺ ഓക്സൈഡും ഇതിൻ്റെയൊക്കെ മിക്സ്ചറാണ് ശരിക്കും പറഞ്ഞാൽ എംറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എംറി ഷീറ്റ്സ് കേട്ടിട്ടുണ്ടാവും, എംറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ വിശ്വാസം. എംറി ഷീറ്റ്സ് നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലോത്തിലോ അല്ലെങ്കിൽ അല്ലെ കോട്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിലോ കാണാം, ഒരു ബ്ലാക്ക് കളറിൽ, റൈറ്റ്? എംറി ഷീറ്റ്സ്, റൈറ്റ്. അത് ഉണ്ടാക്കുന്നത് നമ്മൾ എംറിനെ കൊണ്ടാണ്. ഓക്കെ, എംറി. സോ എംറി ഈസ് എ നാച്ചുറൽ എബ്രസീവ് അല്ലെ, വേർ it is a mixture of alumina and iron oxide. Okay, alumina and iron oxide. Then ഈ corundum എന്ന് പറയുന്ന സാധനം, it is a mixture, actually it is also a mixture. Then Al2O3-ൻ്റെതും അയൺ ഓക്സൈഡിൻ്റെയും തന്നെ മിക്സ്ചർ ആണ്, പക്ഷെ പേഴ്സൻറ്റേജിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഡയമണ്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ, ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്ന ഡയമണ്ട്സ് അല്ലേ, ഡയമണ്ട്സ്. സോ ഡയമണ്ട്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലും ഉണ്ട്,
സിന്തറ്റിക്കും ഉണ്ട്. ഓക്കെ, ഇനി ഗാർനെറ്റ്സ് കേട്ടിട്ടില്ലേ? ഗാർനെറ്റ്സ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഗാർനെറ്റ് കോട്ടഡ് എബ്രസീവ്സ് ഒക്കെ ഉള്ള അല്ലേ, എബ്രസീവ്സിൽ കോട്ട് ചെയ്ത് വുഡൻ വർക്കിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഗാർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാർനെറ്റ്സ്. വെയിറ്റ്, നിങ്ങൾക്ക് എംറി ഇത് കണ്ടിട്ടില്ലേ? എംറി പേപ്പർ, സീ ദിസ്, കണ്ടിട്ടില്ലേ? ഇതിനെയാണ് ഞാൻ എംരി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എംരി. ഇതിന്റെ മേലെയുള്ള ഈ ഒരു ബ്ലാക്ക് കളറില്ലേ, ഒരു പർട്ടിക്കുലർ ബ്ലാക്ക് കളേഴ്സ്, റൈറ്റ്? ₹8 per piece. ഓക്കെ, എംരി. ഈ ഒരു പർട്ടിക്കുലർ ഇത് നമ്മൾ ഒരു സർഫേസ്, നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, നിന്റെ കയ്യിലൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു. ഓക്കെ, അതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് അതിനെ റബ്ബ് ചെയ്യുക, എമറി ഷീറ്റ്സ് വെച്ച് നമ്മൾ റബ്ബ് ചെയ്യുക അല്ലേ. ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ സ്മോൾ പെർട്ടിക്കുലർ ഫ്യൂ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് പോവും. അത് നമ്മൾ സർഫേസ് റഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 30x20 ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, MM-ൻ്റെ 30x20 mm. 30x20 എന്നൊക്കെ പറയുമ്പോൾ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. 30x30 സ്ക്വയർ ആവും. 30x20 കുറച്ച് കുറവുണ്ടാവും അല്ലേ. അതിൽ ചെറിയൊരു MM-ൻ്റെ സാധനം നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു സോ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, റൈറ്റ്? സോ വെച്ച് കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതിപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എന്തായിരിക്കില്ല, പ്രോപ്പർ ആയിരിക്കില്ല അല്ലേ, ഫിനിഷ്ഡ് ആയിരിക്കില്ല. ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് എമറി ഷീറ്റ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ എടുക്കാം. ആ കട്ടിങ് കറക്റ്റ് ആവണം, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ്ങിൽ മെറ്റീരിയൽസ്, അതായത് അതിൻ്റെ സർഫേസിൽ കുറേ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഈ മാർക്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ എമറി ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്തിട്ട് പോക്കാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് എമറി എന്ന് പറയുന്നത്. ഓക്കെ, garnet paper. This is a garnet paper. Okay, garnet and emery ഈ മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഗാർനെറ്റ് പേപ്പർ. ഗാർനെറ്റ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത് മാക്സിമം നമുക്ക് വുഡൻ ഇൻഡസ്ട്രീസിലാണ്. നമുക്ക് ഈ വീട്ടിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. അത് നമ്മൾ വിചാരിക്കും എമറി പേപ്പറാണ്, ഇറ്റ്സ് എ ഗാർനെറ്റ് പേപ്പർ. ഓക്കെ, രണ്ടിലും വ്യത്യാസമുണ്ട്. നമ്മൾ വർക്ക്ഷോപ്സിൽ ഉപയോഗിക്കുന്നത് എമറി പേപ്പറാണ്. നമ്മളെ വീട്ടിലൊക്കെ വന്ന് നമ്മൾ ഈ കാർപ്പൻറ്റേഴ്സൊക്കെ ഇരുന്ന് വരക്കുന്ന കാണാറില്ലേ, അത് ഗാർനെറ്റ് പേപ്പറാണ്. ഓക്കെ, ഇതാണ് എബ്രസീവ്സ്, അതായത് നാച്ചുറൽ എബ്രസീവ്സിനെ കൊണ്ടുണ്ടാക്കുന്ന ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, so these are being used in wheels. Okay, wheels lo ഉപയോഗിക്കാറുണ്ട്. So it's these all are the natural abrasives: sandstone, emery, corundum, diamonds and garnet. Okay, ഇത്രയാണ്. ഇനി ആർട്ടിഫിഷ്യൽ എബ്രസീവ്സ് എന്ന് പറയുന്നത് സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ബോറോൺ ഓക്സൈഡ് അല്ലെ, ഡയമണ്ട്സ് മീൻസ് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ്, ക്യൂബിൻ ബോറോൺ നൈട്രൈഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ അല്ലെ, സിലിക്കൺ കാർബൈഡ് മിക്സ്ചർ ഓഫ് സിലിക്ക സാൻഡ്, ദെൻ സിലിക്ക സാൻഡ്, അങ്ങനെ ഇലക്ട്രിക്കൽ ഫേർണസിലൊക്കെ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ അലൂമിനിയം ഓക്സൈഡ്സ് ഉണ്ട്, ബോറോൺ കാർബൈഡ് ഉണ്ട്. ഓക്കെ, ബോറോൺ കാർബൈഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഹാർഡർ ആണ്. സിലിക്കൺ കാർബൈഡിനേക്കാളും ഹാർഡർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ കാർബൈഡ് ആർട്ടിഫിഷ്യൽ ഡയമണ്ടിന്റെ അത്ര ഹാർഡർ ഒന്നുമല്ല. ആർട്ടിഫിഷ്യൽ ഡയമണ്ടിനേക്കാളും ഹാർഡർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, CBN എന്ന് പറയുന്നത്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ.
CBN എന്ന് പറയുന്നതാണ് ഏറ്റവും ഇറ്റ്സ് ഹാർഡർ ദാൻ Al2O3 ആൻഡ് SSCI. ഓക്കെ, പൊതുവേ നമുക്ക് എന്താ പറയുക, നല്ല തെർമൽ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത് CBN-നാണ്, ക്യൂബിക് ബോറോൺ നൈട്രൈഡിനാണ് ഏറ്റവും കൂടുതൽ തെർമൽ റെസിസ്റ്റൻസ് വരുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഡിഫറെൻറ്റ് എബ്രസീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാത്തിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ എഴുതാൻ അറിയണം. സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് കളേഴ്സ്. ഞാനിത് കൊടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രഡീഷണൽ എന്താ പറയുക ട്രേഡ് നെയിംസ് ഇല്ലേ, നമുക്ക് പുറത്തുനിന്ന് ഇലക്ട്രോളോൺ എന്നാണ് നമ്മൾ ഈ സിലിക്കൺ കാർബൈഡ്സിന് ശരിക്കും ട്രേഡ് നെയിം ആയിട്ട് വരുന്നത്. അതേപോലെ അലൂമിനിയം ഓക്സൈഡ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് സ്ലൈഡ്സിൽ ഇട്ടെന്ന് മാത്രം. ഓക്കെ, എലക്സൈഡ്, അലുഡൻ എന്ന് ഇതിനെയൊക്കെയാണ്, ഇങ്ങനെയാണ് നമ്മുടെ ട്രേഡ് നെയിംസ് വരുന്നത്. പർട്ടിക്കുലർലി ഇൻഡസ്ട്രിയൽസിൽ ഉപയോഗിക്കുന്ന നെയിംസ് ഉണ്ടാവില്ല. ഓക്കെ, ട്രേഡ് മാർക്സിന് ഉപയോഗിക്കുന്ന നെയിംസ്. ഓക്കെ, ലൈക്ക് ബോറോൺ കാർബൈഡ്, ഞാനിത് ബാക്കി രണ്ടെണ്ണം ജസ്റ്റ് PPT-യിൽ വെച്ചിട്ടില്ല. ജസ്റ്റ് ഈ എന്താ പറയുക പറഞ്ഞ ഡയമണ്ട്സ് അല്ലെ, ഡയമണ്ട്സ് ആൻഡ് CBN വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? സോ ഇത്രയാണ്. ഇതിപ്പം നിങ്ങൾക്ക് അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ് ഇതിനും ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് എഴുതാൻ അറിയണം. അതായത് സിലിക്കൺ കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അലൂമിനിയം കാർബൈഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ് ആണ് ശരിക്കും. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ് ആണ്. Al2O3 ആണ് ആർട്ടിഫിഷ്യൽ എബ്രസീവ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ്. ബോറോൺ കാർബൈഡ് കമ്പാരിറ്റീവ്ലി സിലിക്കൺ കാർബൈഡും അലൂമിനിയം ഓക്സൈഡിനെക്കാളും ഹാർഡർ ആണ്. ബട്ട് ഡയമണ്ടിന് അത്രയില്ല. CBN ആണ് നമ്മൾ കമ്പാരിറ്റീവ്ലി, CBN ആൻഡ് ഡയമണ്ട്സ് ആർ മോസ്റ്റ് ഹാർഡർ മെറ്റീരിയൽസ് എന്നാണ് ശരിക്കും പറയാം. ഓക്കെ, ടൂളിൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡയമണ്ട്സും ക്യൂബിക് ബോറോൺ നൈട്രൈഡും ആണ്. ഓക്കെ, ഓക്കെ. സോ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് എബ്രസീവ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബോൺസ് ആണുള്ളത്. ബോൺസ് ആണ് ഈ എബ്രസീവ്സിനെക്കാളും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ബോണ്ടും എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു, എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. സിലിക്കൺ ബോറോൺ, അതായത് ഇപ്പോൾ എബ്രസീവ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Al2O3 ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. Al2O3, സിലിക്കൺ കാർബൈഡ്, ബോറോൺ കാർബൈഡ് ഒക്കെ നിങ്ങൾ മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മെറ്റീരിയൽ സയൻസിൽ പഠിച്ചിട്ടില്ലേ എന്താണ് Al2O3 എന്നൊക്കെ? പഠിച്ചിട്ടില്ലേ? യെസ്, അപ്പം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? Al2O3 കണ്ടിട്ടില്ലേ എല്ലാവരും? അലൂമിനിയം ഓക്സൈഡ് കാണാത്തവരുണ്ടോ? Al2O3 ഉണ്ടല്ലേ? ഓക്കെ, അതായത് ഒരു റെഡിഷ് കളറിലാണെന്ന് തോന്നുന്നു. ഞാൻ വിൽ ഷോ യു. അലൂമിനിയം ഓക്സൈഡ് ജസ്റ്റ് ഒരു കെമിക്കൽ പോലെയാണ്, ഇതേപോലെ ഉണ്ടാവുക, റൈറ്റ്? മോസ്റ്റ്ലി ഇറ്റ് ഈസ് ബ്രൗൺ കളർ. ഓക്കെ, ഇതാണ് ശരിക്കും അല്ല അലൂമിനിയം. ഓക്കെ, ബ്രൗൺ അലൂമിനിയം ഓക്സൈഡ്. ഓക്കെ, നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും. Al2O3 നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, അതാണ് Al2O3 നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, റൈറ്റ്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് എടുക്കാം. ഓക്കെ.